ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബ്രൗണി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഒരു അര കപ്പ് ചോക്ലേറ്റും അതുപോലെ തന്നെ അര കപ്പ് ബട്ടറും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. മിൽക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പാണ്. അതിലേക്ക് ഞാൻ കൊക്കോ പൗഡർ ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി അതിലോട്ട് നമുക്ക് മൈദ കൊണ്ട് ഫില്ല് ചെയ്യാം. ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട നട്ട്സ് നമുക്ക് എടുക്കാം. ഏതൊക്കെ നട്ട്സാണ് നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച ചോക്ലേറ്റ് ബട്ടർ മിക്സ്ചർ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സായി വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും കൂടി ചേർത്ത് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രൗണി ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു ബട്ടർ പേപ്പർ വിരിച്ച ഒരു ട്രേയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് നട്ട്സൊക്കെ ഇതുപോലെ വെക്കാം. നട്ട്സോ ചോക്ലേറ്റോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഞാനൊരു 30 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.